ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം റെഡ് കാർപ്പറ്റ്. ഹലോ നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ സമയമാണ്. കൂടെയുള്ളത് RJ ജെറിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ സൺഡേയിലും റെഡ് കാർപ്പറ്റിൽ നമ്മളൊരു അട്ടിപ്പൊളി വ്യക്തിയെയും കൊണ്ട് നമ്മൾ പരിചയപ്പെടാറുണ്ട്, ഒരു അട്ടിപ്പൊളി മനുഷ്യരെ പരിചയപ്പെടാറുണ്ട്. ഇന്നത്തെ ഈ സൺഡേയിൽ ഇന്ന് നമ്മളുടെ കൂടെ ചേരുന്നത് വിഷ്ണു ആണ്. ആരാണ് വിഷ്ണു എന്നല്ലേ? വിഷ്ണു എന്ന പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായെന്ന് വരത്തില്ല. ദ വൺ ആൻഡ് ദി ഓൺലി മലയാളം റാപ്പർ, ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് തിരുമാലി. തിരുമാലി ചേട്ടാ, വെൽക്കം ടു ദ ഷോ. യെസ്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമുക്ക് പേരിൽ നിന്ന് തുടങ്ങാം. കോട്ടയംകാരൻ വിഷ്ണു എങ്ങനെയാണ് തിരുമാലി ആയത് എന്നൊരു ചോദ്യം എല്ലാവർക്കും തന്നെ അറിയാൻ വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കും. ചേട്ടൻ പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ അതൊന്ന് കേൾക്കാൻ. അത് സംഭവം വെച്ചാല് മലയാളത്തില് റാപ്പർ ആകണമെന്ന് ഇങ്ങനെ ആഗ്രഹം വന്നപ്പോഴത്തേക്കും ഒരു മലയാളത്തിനുള്ളൊരു പേര് വേണമെന്ന് വിചാരിച്ചു. മലയാളം റാപ്പറാണല്ലോ നമ്മുടെ നാട്ടില്, മലയാളം റാപ്പേഴ്സ് ഇല്ല ആ സമയത്ത്. ഒരു മലയാളത്തിനുള്ളൊരു പേര് വേണം തോന്നി. അപ്പോഴാണ് ഇങ്ങനെ കള്ളത്തിരുമാലി എന്ന് പറഞ്ഞൊരു വാക്കിന്റെ തിരുമാലി എടുത്ത് മലയാളം റാപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനില് അങ്ങനെ കിട്ടിയതാണ്. എവിടുന്നോ കിട്ടിയത്, ഇങ്ങനെ ആലോചിച്ചപ്പോ കിട്ടിയതാണ്. അപ്പൊ എന്തായാലും അങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചപ്പോ കള്ളത്തിരുമാലി എന്നൊരു കാര്യത്തിൽ നിന്നാണ്, ഒരു രസകരമായിട്ടുള്ളൊരു പേരിൽ നിന്നാണ് ആ തിരുമാലി വന്നത്. എനിവേസ്, തിരുമാലി ഈസ് നൗ ആ നെയിം ദാറ്റ് എവരിബഡി നോസ്. ഒരു വളരെയധികം വലിയ കൺഗ്രാറ്റുലേഷൻസ് ഞാൻ ഇപ്പൊ തന്നെ പറയണം കേട്ടോ. അപ്പോ എന്തായാലും ദൈവാനുഗ്രഹിച്ച് എന്തായാലും ഇവിടം വരെ എത്തിയിരിക്കുന്നല്ലേ? അത്യാവശ്യം ആൾക്കാർ അറിയാൻ തോന്നുന്നു. യെസ്, ഓഫ് കോഴ്സ്. അത്യാവശ്യമല്ല, നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പൊ അറിയാൻ പറ്റുന്ന ഒരു പേരാണ്. യെസ്. അപ്പൊ അതിന്റെ അടുത്ത ചോദ്യം, മലയാളി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ മലയാളി ആന്തം അല്ലെങ്കിൽ മലയാളി സോങ് എന്ന് പറയുന്ന ആ സോങ് വന്ന് വളരെയധികം വലിയൊരു ഹിറ്റ്, മൊത്തത്തിലൊന്ന് ഒരു കോളിളക്കം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ പാട്ട് അറിയാത്ത ആരും തന്നെ ഇല്ല, ആ പാട്ട് പാടാത്ത ആരും തന്നെ ഇല്ല. അങ്ങനെ ഒരു ഹിറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ഹിറ്റ് ഒരു പാട്ട് നമ്മൾ ഹിറ്റ് ആകുന്ന പ്രതീക്ഷിച്ചല്ല ഇറക്കുന്നത്. ഹിറ്റ് ആകണം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഉറപ്പൊന്നുമില്ല ഏത് പാട്ടാണെങ്കിലും. ഈവൻ ഇപ്പൊ മലയാളം ഇറക്കിയപ്പോഴാണെങ്കിൽ പോലും അത് ഞാനത് എന്റെ 2 വർഷത്തോളം പാട്ട് ഇരുന്നു അൺറിലീസ്ഡ് ആയിട്ട്. എനിക്ക് ആ പാട്ട് ഇറക്കാൻ മടിയായിരുന്നു. പക്ഷെ ഞാനത് ഇറക്കി കഴിഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ വൈറലായി പോയി, ആൾക്കാരത് എടുത്തു. ഇപ്പോഴാണെങ്കിലും ആൾക്കാർ മലയാളിയുടെയാണ് എന്റെ എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. അത് കഴിഞ്ഞ് ഞാൻ 10-20-30 പാട്ട് ഇറക്കിയെങ്കിലും ഇപ്പോഴും ആൾക്കാരെ മലയാളിയുടെയാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ട് ആ പാട്ടിന്. ഈ പാട്ടിന്റെ വഴിയിലേക്ക് എങ്ങനെയാണ് വന്നത്? പാട്ടിന്റെ വഴിയിലേക്ക് വന്നത്, ഞാൻ ചെറുപ്പം തൊട്ട് ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ചെറുപ്പം തൊട്ട് ഒരു കലാമേഖലയായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ പഠിച്ചു വന്നപ്പോഴത്തേക്കിനും എഞ്ചിനീയറിംഗിലേക്ക് കിടന്നു. പക്ഷെ പിന്നെ എനിക്ക് മ്യൂസിക് ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം. മ്യൂസിക്കാണ് എന്റെ പാഷൻ എന്ന് ഞാൻ ഒത്തിരി വൈകാതെ തിരിച്ചറിഞ്ഞു. അപ്പോൾ എനിക്ക് മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മ്യൂസിക് അല്ല, ഹിപ്പ് ഹോപ്പ് ആയിരുന്നു ഇഷ്ടം. അത് നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലായിരുന്നു. അപ്പോ തുടക്കം ഞങ്ങളതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, അത് എങ്ങനെയൊക്കെയോ വർക്കൗട്ടായി. അതാണ് സംഭവം. എങ്ങനെയൊക്കെയോ അങ്ങ് വർക്കൗട്ടായി. അപ്പോ ഇതെല്ലാരും തന്നെ പറയുന്നതാണ്, ഈ വിനയം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും തന്നെ ഉള്ളതാണ്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ചേട്ടാ, എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ ചേട്ടനൊക്കെ വരുന്ന ടൈം എന്ന് പറയുന്നത് ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ റാപ്പ് മ്യൂസിക് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ടെന്നല്ല, ഒട്ടും തന്നെ മലയാളത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെയധികം കുറച്ച് മാത്രമേ ഉള്ളൂ ഈ റാപ്പ് അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് മലയാളത്തിലുള്ളത്. അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ റാപ്പ് കൊണ്ടുവരണം, മലയാളത്തിൽ ഇങ്ങനെ ഒരു വിഷൻ കൊണ്ടുവരാൻ പറ്റും എന്ന് മനസ്സിലായത് എപ്പോഴാണ്? ആ ഒരു ജേർണിയുടെ പുറകിലുള്ള ഇതെന്തായിരുന്നു? ജേർണിയുടെ പുറകില് എന്റെ ഒരു തുടക്കം തൊട്ടുള്ള ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞാല്, ഞങ്ങൾ തുടങ്ങിയ സമയത്ത് മലയാളം റാപ്പ് ഇല്ല. അങ്ങനെ ജോൺറ അത്ര പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ട് പോലും ഇല്ല. വളരെ വിരലെണ്ണാവുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും അത് മുഖ്യധാരയിലൊന്നും എത്തുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് അറിയായിരുന്നു ഈ ഒരു മ്യൂസിക്, നമ്മൾ വെസ്റ്റേൺ മ്യൂസിക് കേൾക്കുന്നത്. അപ്പൊ അറിയാം പുറത്ത് ഹിപ്പ് ഹോപ്പ് മ്യൂസിക് എത്ര വ്യാപകമായിട്ടാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ജോൺറയാണത്. അപ്പോ നമ്മുടെ നാട്ടിൽ അത് ചെയ്യണം എന്നുള്ളൊരു ഇന്റൻഷൻ തുടങ്ങിയതാണ്. നമ്മുടെയൊക്കെ ഇന്റൻഷൻ തന്നെ അതായിരുന്നു, എങ്ങനെയുണ്ട് ഈ ഒരു സീനോടെ ഈ ജോൺറ വളർത്തണം എന്നുള്ള സീനായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിപ്പം 5-10 വർഷങ്ങൾ കഴിയുന്നിടത്ത് ഇത് നമ്മുടെ മലയാളികളെല്ലാം കേൾക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നു. പോപ്പുലർ ആയിട്ടുള്ള ഒരു ജോൺറ ആകുന്നു. ഫെസ്റ്റിവൽസ് നടക്കുന്നു, ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളുടെ ഫെസ്റ്റിവൽസ് നടക്കുന്നു, റെക്കോർഡ് ലേബിൾസ് വരുന്നു, ഇതുപോലെ എന്താ പറയാ പുതിയ അങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നു. ഇതൊന്നും നേരത്തെ നമ്മൾ വിഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ റിയാലിറ്റി ആയി.
വേറെ സംഭവം. അന്നേ ഒരു ചെറിയ വിഷൻ ഉണ്ടായിരുന്നു ഇതിനെ ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്നല്ലേ? പറ്റുമെന്നല്ല, അന്ന് നമ്മളിത് മനസ്സിൽ കണ്ടിരുന്നു ഇങ്ങനെയൊക്കെ ആകുമായിരിക്കും. പക്ഷെ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും അത് നമ്മളത് റിയാലിറ്റി പോലെ ആയി, നമ്മളത് മാനിഫെസ്റ്റ് ചെയ്ത പോലെ ആയി. ഓക്കെ, എന്തായാലും നമ്മള് ആ ഒരു കണ്ട വിഷൻ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് അല്ലേ? അതെ 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 അതെ. എപ്പോഴും റാപ്പർമാരുടെ ഇടയിലെ സൗഹൃദങ്ങളൊക്കെ അത്രമേൽ അടിപൊളിയായിരിക്കും. അത് ചേട്ടന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? അല്ല, റാപ്പർമാര് പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും ബീഫ് ചെയ്യുന്നവരും റാപ്പ് ബാറ്റിൽ ചെയ്യുന്നവരുമാണ് കൂടുതൽ ആൾക്കാർ. അതെ അതെ, നമ്മുടെ നാട്ടില് ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകൾ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടില്. അതെ, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോ ചില നമ്മുടെ ബീഫ് ബാറ്റിലും അതുപോലെ റാപ്പ് ബാറ്റിലും ഒക്കെ നമുക്ക് ഹിപ്പ് ഹോപ്പ് ആ ഒരു കൾച്ചറിൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളം റാപ്പിനകത്ത് അങ്ങനെ ഒരു സാധനം ഇടയ്ക്കൊന്ന് വന്ന് മിന്നി മറിഞ്ഞു പോയി എന്നല്ലാതെ, കുറച്ച് വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നു പോയി എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ വന്നിട്ടില്ല. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഹിപ്പ് ഹോപ്പ് കൾച്ചറും റാപ്പ് മ്യൂസിക്കിന്റെ ഒരു ഭാഗമാണ് റാപ്പ് ബാറ്റിലൊക്കെ. അത് കോമ്പറ്റീറ്റീവ് സ്പോർട്ടാണ്. നമ്മളിപ്പം 2 ടീമുകൾ തമ്മിൽ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ ഫുട്ബോൾ കളിക്കുന്ന പോലെ തന്നെ രണ്ട് റാപ്പേഴ്സ് തമ്മിൽ ബാറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു കോമ്പറ്റീറ്റീവ് സ്പോർട്ടാണ് റാപ്പ് മ്യൂസിക്. അങ്ങനെ ഒരു വശം കൂടി ഇതിനുണ്ട്. പക്ഷെ അത് ആ ഒരു നമ്മുടെ ഓഡിയൻസ് അങ്ങനെ എടുക്കുമോ എന്നുള്ളതിനാണ് അതിന്റെ ഒരു പ്രശ്നം. ഇപ്പൊ നമ്മളിപ്പോ റാപ്പ് ബാറ്റിൽ ചെയ്താൽ ഇവിടെയുള്ള ആൾക്കാർ അത് ചിലപ്പോ ഒരു കമ്മ്യൂണൽ, അത് ഇപ്പൊ എന്താണ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഡാൻസി ഞാനിപ്പോ ബാറ്റിൽ ചെയ്യാണ്. അപ്പൊ അതിനൊരു റാപ്പ് ബാറ്റിൽ ഉപരി ആൾക്കാർ ചിലപ്പോ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ആയിട്ട് ആ മതക്കാരും ഈ മതക്കാരും തമ്മിലുള്ള പ്രശ്നം പോലെയൊക്കെ ഇതാവും. അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ആൾക്കാർ അങ്ങനെ ഒരു രീതിയിലോട്ട് പോകാത്തത്. റാപ്പ് ബാറ്റിലായിട്ട് കാണുവാണെങ്കിൽ അത് രസമുള്ള പരിപാടിയാണ് ആക്ച്വലി. യെസ്. അപ്പോ എനിക്ക് ഇനി അടുത്ത് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ മ്യൂസീഷ്യൻസിനും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കും. തിരുമാലി ഭായിയുടെ ഇൻസ്പിറേഷൻ ആരാണ്? എന്റെ ഇൻസ്പിറേഷൻ യുഎസിലുള്ള ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ ഇപ്പോഴും അവരൊക്കെ തന്നെയാണ്. എമിനം ആണെങ്കിലും ലിൽ വെയ്ൻ ആണെങ്കിലും കെൻഡ്രിക് ലമാർ, ഡ്രേക്ക്, അങ്ങനെ കുറെ യുഎസിലുള്ള ആർട്ടിസ്റ്റുകളാണ് മെയിൻ ആയിട്ട് ഇൻസ്പിറേഷൻ. ശരിക്കും പറഞ്ഞാൽ യുഎസ് തന്നെയാണ് റാപ്പിന്റെയും ഹിപ്പ് ഹോപ്പിന്റെയും ഒരു കൾച്ചറൽ ഹബ്ബ് എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്നല്ലേ? അതെ അതെ, കേന്ദ്രം അവിടെ തന്നെയാണ്, മെയിൻ സെന്റർ. കാന്യെ വെസ്റ്റ്, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ. എനിക്കിനി അറിയേണ്ടത്, എന്തായാലും സ്വന്തമായിട്ട് സോളോസ് ഒക്കെ റൈറ്റ് ചെയ്യാൻ തുടങ്ങി. റാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു അഗ്രസീവ് ടോണിലാണ് നമ്മളുടെ റാപ്പ് മ്യൂസിക് വരുന്നത്. അപ്പോൾ അത് എഴുതുമ്പോഴൊക്കെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു എഴുത്തിന്റെ വശം എങ്ങനെയാണ്? എഴുത്തിന്റെ വശം റാപ്പിന്റെ അകത്ത് കുറച്ച് ലിറിക്കൽ മാസ്കുലിനിറ്റി, കുറച്ച് തഗടി, ഇതൊക്കെ റാപ്പിലുള്ളതാണ്. അതെ, അതൊരു റാപ്പ് ആസ് എ ജോൺറ, അതൊരു മെയിൽ ജോൺറയാണ്. അതായത് മെയിൽ ഓഡിയൻസിനെയാണ് അത് അട്രാക്ട് ചെയ്യുന്നത്. കാരണം അത് കുറച്ചുകൂടി പഞ്ചുള്ളതും റിതമിക് ആയിട്ടുള്ള ഒരു മെയിൽ ജോൺറ എന്നാണ് പറയുന്നത്. മ്യൂസിക്കിലെ തന്നെ മെയിൽ കാറ്റഗറിയിലുള്ള ഒരു ജോൺറയാണ്. അതങ്ങനെ അതിന്റെ അകത്ത് കോൺഫിഡൻസും ഫൈറ്റും അതുപോലെ തന്നെ പഞ്ച് ലൈൻസും വേർഡ് പ്ലേസും ബീറ്റ്സ് ഒക്കെ ആണെങ്കിലും റിതം ആണെങ്കിലും ഇതെല്ലാം നമുക്കൊരു എന്താ പറയാ അപ്ബീറ്റ് സംഭവങ്ങളാണ് കൂടുതൽ. അപ്പോ നമ്മൾ എഴുതി വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞാല് ആ ഒരു സാധനം വരും. അതിന്റെ ജോൺറയുടെ സ്വഭാവം അതാണ്. നമ്മൾ കേൾക്കുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിലും കേൾക്കുന്ന പാട്ടുകളാണെങ്കിലും ഈ ഒരു സ്വഭാവം ഉള്ളതാണ്. അപ്പൊ നമുക്കത് എഴുതുമ്പോൾ അത് തന്നെയാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. അതാണ് അതിന്റെ കാര്യം. യെസ്. ഇപ്പോൾ പലപ്പോഴും റാപ്പും അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിനും ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രഗ് അബ്യൂസുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് പല രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് തിരുവല്ലി ഭായിക്ക് പറയാനുള്ളത്? ഡ്രഗ് അബ്യൂസ് ഈ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിൽ വ്യാപകമായിട്ട് കണ്ടിട്ടുണ്ട്. ലൈക്ക് വളരെ സാധാരണ പോലെ ഡ്രഗ്സും വയലൻസും ഗണ്ണും ഓവർ സെക്ഷലൈസേഷൻ ഇതെല്ലാം ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിൽ നടന്നിട്ടുണ്ട്. പാസ്റ്റ് ഒരു 10 decades ആയിട്ട് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു അത് ഗ്ലോബലി ചേഞ്ച് ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ആ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു വേൾഡ് മാഫിയയുടെ കീഴിൽ നിന്നൊക്കെ ഈ കമ്പനികളൊക്കെ ഓടിപ്പോന്നു തോന്നുന്നു, റെക്കോർഡ് ലേബിൾസ് ഒക്കെ. അങ്ങനെയൊക്കെയുള്ള വലിയ ഡ്രഗ് മാഫിയയുടെ കയ്യിലൊക്കെ ഇൻട്രസ്റ്റ് ഇരിക്കുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം. ഇപ്പൊ അതിനൊക്കെ മാറ്റം ഉണ്ടെന്നോ ഇപ്പൊ ഒരു ചേഞ്ച് ഉണ്ട്. തിരുമലി ഭായി, നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്തായാലും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് കാന്യെ വെസ്റ്റ്, ലിൽ വെയ്ന്, അതുപോലെ തന്നെ എമിനം, കെൻഡ്രിക് ലമാർ, ബ്രേക്ക് മുതലായിട്ടുള്ള അമേരിക്കൻ റാപ്പേഴ്സ് ഒക്കെയാണ്. ഇന്ത്യൻ സീനിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ കേരള സീനിലേക്ക് വരുമ്പോ കുറച്ചധികം റാപ്പേഴ്സ് ഇപ്പോ ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളം ഈസ് ലൈക്ക് ദ റാപ്പ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ which are the artists that you like?
പേഴ്സണലി എനിക്കിഷ്ടം, എനിക്ക് ഓൾവേസ് നമ്പർ 1 ഈസ് MC കൂപ്പർ ആണ്. MC കൂപ്പർ ആസ് എ ലിറിസിസ്റ്റ് ആൻഡ് റാപ്പർ. എനിക്ക് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗും ഒക്കെ ഇഷ്ടമുള്ളത് MC കൂപ്പറിനാണ്. പിന്നെ എനിക്ക് ഫെജോനെ ഇഷ്ടമാണ്, വേടനെ ഇഷ്ടമാണ്. ഇപ്പൊ ഗബ്രി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ലിറിക്സ് നല്ല ലിറിക്സ് ആണ്. പിന്നെ ഇവരൊക്കെയാണ് ഞാൻ കൂടുതൽ എനിക്ക് ഇഷ്ടം, ഇവരൊക്കെ തന്നെയാണ്. അപ്പോ നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു കണക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ തിരുമാലി, FT, വേടൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോംബോ ഒക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാനും ഡബ്സിയും വേടനും ഒക്കെ ഇപ്പൊ മാസത്തിൽ എന്ന് പറഞ്ഞൊരു ലേബലിന്റെ അണ്ടറിലാണ് ഉള്ളത്. ഓക്കെ. അപ്പോ ഞങ്ങള് പിന്നെ ബേബി ജീനും ഉണ്ട്. അപ്പൊ നമ്മൾ 4 ആർട്ടിസ്റ്റുകൾ ആ ലേബലിലുള്ള. അപ്പൊ മേ ബി അവർ ചിലപ്പം ഈ ആർട്ടിസ്റ്റുകളെ വെച്ചൊരു ട്രാക്ക് ചെയ്താലോ എന്ന് അവർക്ക് ഐഡിയ വന്നാൽ ചിലപ്പോൾ അത് നടന്നേക്കാം. ചാൻസസ് അതെ. അപ്പൊ നമുക്കൊരു വലിയ ഒരു ഈസ്റ്റർ എഗ് തന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ചാൻസസ് ആർ ദേർ. നമുക്ക് എന്തായാലും അറിയേണ്ടത് മ്യൂസിക് ഇൻഡസ്ട്രിയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ റാപ്പിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് തിരുമാലി ബൈയുടേത്. അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇനിയും വരാനിരിക്കുന്ന പ്രൊജക്ടുകളൊക്കെ എന്താണ്? ഇപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ സരിഗമ മലയാളം ലേബലുമായിട്ട് പച്ചപ്പരിഷ്കാരി എന്നൊരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇനിയിപ്പോ അതിന്റെ മ്യൂസിക് വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് റിലീസ്. ദെൻ കുറച്ച് കപ്പിൾ ഓഫ് സിംഗിൾസ് വരുന്നുണ്ട്, കുറച്ച് അൺറിലീസ്ഡ് ടൈറ്റിലൊന്നും ആയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രാക്കുകളുണ്ട്. പിന്നെ 1-2 സിനിമ ട്രാക്കുകൾ വരുന്നുണ്ട്. അങ്ങനെ അതൊക്കെയാണ് ഇപ്പൊ അപ്കമിങ് പ്രോജക്ട്സ്. ഓക്കെ, അപ്കമിങ് പ്രോജക്ട്. ഇപ്പൊ പച്ചപ്പരിഷ്കാരിയൊക്കെ നല്ല ഹിറ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അതൊരു എന്താ പറയാ, ഒരു റീമോഡൽഡ് വേർഷൻ ആണ്. അങ്ങനെ ഒരു റീമോഡൽ വേർഷൻ എങ്ങനെയാണ് ആ ഒരു പഴയ ഒരു പാട്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടിനെ അങ്ങനെ റീമോഡലാക്കി ഇറക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അതായത് അതിനെ എങ്ങനെയാണ് ഇങ്ങനെ മാറ്റിയെടുത്തത്? അത് സരിഗമ ലേബൽ തന്നെ തന്നൊരു കോൺസെപ്റ്റ് ആണ്. അതായത് അവരുടെ പഴയ പാട്ടുകളിൽ നിന്ന് സാമ്പിൾ മീൻസ് അതിനെ നമുക്ക് ഉപയോഗിക്കാം, അതിന് ഇൻസ്ട്രുമെന്റ്സ് വോക്കൽസ് നമുക്ക് ഉപയോഗിക്കാം അവരുടെ പെർമിഷനോടെ. അപ്പം അത് അങ്ങനെ ഒരു അവരുടെ ഓൾഡ് കാറ്റലോഗിൽ നിന്നുള്ള ഒരു പാട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതെടുത്ത് ഒരു ഹിപ്പ് ഹോപ്പ് പുതിയ മോഡേൺ സൗണ്ടിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ നമ്മളത് ചെയ്ത് നോക്കിയായിട്ട് ഉല്ലാസപുത്രികൾ എന്നുള്ള പാട്ടെടുത്ത് സാമ്പിൾ ചെയ്തു, എന്നിട്ട് അത് പച്ചപ്പരിഷ്കാരിയാക്കി, അങ്ങനെ ചെയ്ത ട്രാക്കാണത്. അത് വർക്ക്ഔട്ട് ചെയ്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല റിവ്യൂസ് ഒക്കെയാണ്. യെസ്, അത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം ഇപ്പൊ നമ്മുടെ FM-ലാണെങ്കിൽ കൂടി നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് കോൾസ് ഒക്കെ വന്ന് പറയാറുണ്ട്, ഇങ്ങനെ ഒരു പാട്ടുണ്ട് അതൊന്ന് വെച്ച് തരുമോ എന്നൊക്കെ ചോദിക്കാറുമുണ്ട്. അങ്ങനെയാണ് നമുക്ക് പോകുന്നത്. അപ്പോ എനിക്കിനി കുറച്ച് പേഴ്സണൽ ടച്ചിലേക്ക് വരുമ്പോ, നമ്മളിപ്പോ എന്തായാലും ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുമലി ഭായി ഈ പറയുന്നത് പോലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് പെർസ്യൂ ചെയ്ത സ്റ്റഡി. പക്ഷെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാള് റാപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിക്കിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടുകാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഞാൻ എഞ്ചിനീയറിംഗ് പറഞ്ഞത് ആക്ച്വലി ഓഡിയോ എഞ്ചിനീയറിംഗ് ആണ്. ഓഡിയോ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഓഡിയോ എഞ്ചിനീയറിംഗ് ഇസ് ലൈക്ക് അത് മ്യൂസിക് പ്രൊഡക്ഷനായിട്ട് ബന്ധമുണ്ട്, ലൈവ് ഷോസ് ആയിട്ട് ബന്ധമുണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയോട്ട് വരാൻ വേണ്ടി തന്നെയാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. പക്ഷെ അത് പഠിച്ചത് അതിൽ നിന്ന് കിട്ടിയ കോണ്ടാക്ട്സും പരിചയം വെച്ചിട്ടാണ് ഞാൻ മ്യൂസിക് ഇൻഡസ്ട്രി വരുന്നത്. ഞാൻ അത് പഠിച്ചത് തന്നെ മ്യൂസിക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. എന്റെ ഒരു മെയിൻ ഇന്റൻഷൻ മ്യൂസിക് ഇൻഡസ്ട്രി വരിക എന്നുള്ളതാണ്. അതിലൊരു സ്റ്റെപ്പായിട്ട് ഈ ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചതാ. ഓഡിയോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ. അപ്പോ ബേസിക്കലി ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ്. സൗണ്ട് എഞ്ചിനീയർ പഠിച്ച ആളാണ്, പക്ഷെ സൗണ്ട് എഞ്ചിനീയർ ആണെന്ന് ഞാൻ പറയില്ല. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്, പക്ഷെ സൗണ്ട് എഞ്ചിനീയർ ആണെന്ന് ഞാൻ പറയില്ല. അപ്പോ വീട്ടുകാർക്ക് ഒക്കെ അത്യാവശ്യം സപ്പോർട്ടൊക്കെ ആയിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട്. അതിന് സപ്പോർട്ട് മീൻസ് അവര് എതിർപ്പൊന്നുമില്ലായിരുന്നു, പക്ഷെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു തുടക്കകാലത്തിൽ. പിന്നെ ഇപ്പം അവർക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഓണായതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും ഓക്കെയാണ്, ഹാപ്പിയാണ്. എവരിബഡി ഈസ് ഹാപ്പി. സോ പേഴ്സണലി പറയുമ്പോ എങ്ങനെയൊക്കെയാണ്? കുഞ്ഞിക്ക് എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? എല്ലാരും ഫാമിലി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാരും ഉണ്ട് ഇവിടെ. ഞാനിപ്പോ എറണാകുളത്താണ് താമസിക്കുന്നത്. ഇവിടെ തന്നെ സെറ്റിൽഡ് ആയി എറണാകുളത്തുണ്ട്, ഫാമിലി ആയിട്ട് താമസിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് അറിയേണ്ടത് അപ്കമിങ് റാപ്പേഴ്സ് അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇപ്പോ പല കാര്യങ്ങളും പല സൈഡിൽ നിന്നും കേൾക്കാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു ജോണർ അത് കുറച്ച് നാള് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നമുക്ക് എപ്പോഴും ശുദ്ധ സംഗീതമാണ് മലയാളികൾക്ക് പറഞ്ഞിട്ടുള്ളത്, അത് മാത്രമേ പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ സാധാരണ ഹിപ്പ് ഹോപ്പിലേക്ക് ഇറങ്ങുന്ന ഒരാളെ എല്ലാവരും തന്നെ നിരുത്സാഹപ്പെടുത്തുന്നത്. അങ്ങനെ പുതിയതായിട്ട് വരുന്ന ഒരാളോട് എന്താണ് പറയാനുള്ളത്? പുതിയതായിട്ട് വരുന്ന
എന്നാലും എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മുടെ ശുദ്ധസംഗീതം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ മ്യൂസിക്കും അതെല്ലാം ഓൾറെഡി ഇപ്പൊ നമ്മുടെ കറണ്ട് ജനറേഷൻ ഹിപ്പ് ഹോപ്പിലാണ്. മലയാളികൾ ന്യൂ ജനറേഷൻ ഓഫ് ആൾക്കാർ ഹിപ്പ് ഹോപ്പ് ആണ് കൂടുതലും കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ ഇത് ആക്ച്വലി തുടങ്ങിയിട്ടുള്ളൂ. ഇനി മുന്നോട്ട് ഇയേഴ്സ് ഓഫ് നമുക്ക് ഇതിന്റെ ഗ്രോത്ത് കാണാൻ പറ്റും. ലൈക്ക് ഒരു സിൽവർ ഏജ് ഒക്കെ ആയിട്ടുള്ളൂ. ഇനി ഇതിന്റെ ഗോൾഡൻ ഏജും ഡയമണ്ട് ഏജും ഒക്കെ വരാൻ പോകണുള്ളൂ. അപ്കമിങ് ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് കിട്ടിയ കഴിഞ്ഞ അവസരങ്ങളും എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഇനി വരാൻ പോണതുള്ളൂ. അതുകൊണ്ട് എല്ലാരും ധൈര്യമായിട്ടിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാരും ധൈര്യമായിട്ടിരിക്കുക, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ദുബായ് ജോസ് പറയുന്നത് പോലെ എല്ലാരും അടിച്ചു കയറി വാ എന്നല്ലേ? അതെല്ലാം അടിച്ചു കയറി അതല്ലേ. യെസ് ചേട്ടാ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us here on the show. താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു പാട്ട് കിട്ടുമോ? ഷുവർ. നമുക്ക് പച്ച പരിഷ്കാരി തന്നെ പറയാം. ഷുവർ. പച്ച പരിഷ്കാരി ഈ പച്ച മലയാളി പുരുഷ മോതലാളി ഈ മദ്യം മതിരാശി വായെടുത്താൽ വയാടി ഈ വാക്കെടുത്താൽ വക്കത്തി പോരെടുത്താൽ പോരാളി ഈ തോക്കെടുത്തിട്ട് സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ ഇല്ലെങ്കിൽ ഞാൻ തന്നെ സിംഗം ഈ പെമ്പിള്ളമാരെല്ലാരും നോക്കി വെള്ളം ഇറക്കുന്ന മോരട്ട് സിംഗിൾ അജിങ്കാരി മേള തിത്തുള്ളു അജങ്കതള്ളി പോലെ കണ്ണ് നടരാജൻ നേരിച്ച പുള്ളി ഇത് തഞ്ചാവൂര് മണിക്കക്കല്ലി ആണ് പരിഷ്കാരി. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ തിരുമാലിയുടെ കയ്യിൽ നിന്ന് തന്നെ ഈ പാട്ട് എനിക്ക് പേഴ്സണലി തന്നെ കിട്ടും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഒരു പ്രൊമോഷൻ ചെയ്ത ആൾക്കാർക്ക് കേൾക്കണ്ടേ. നമ്മളുടെ ലിസണേഴ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പാട്ട് ചോദിക്കുന്നുണ്ട്, അവര് റിക്വസ്റ്റും ചെയ്യുന്നുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. So thank you so much for joining us here on Red Carpet. Thank you so much. Thank you. അപ്പോൾ നമ്മളുടെ റെഡ് കാർപ്പറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ ആസ്ട്ര FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.